ഉപ്പില്ലാത്ത ബട്ടർ ഇതുപോലെ ഓരോ ബൗളിലും ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ബൗളിൽ ഫാഷൻ ഫ്രൂട്ട് ജാം 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ബൗളിൽ പൈനാപ്പിൾ ജാം അതേ അളവിൽ ഇട്ട് കൊടുക്കാം. മൂന്നാമത്തെ ബൗളിൽ മിക്സ്ഡ് ഫ്രൂട്ട് ജാം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ ബൗളിലും വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ മധുരത്തിനും 1 സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഫാഷൻ ഫ്രൂട്ട് ജാം ചേർത്ത ബട്ടറാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രീമാക്കി എടുക്കാം. ഇതിൽ പൈനാപ്പിൾ ജാം ചേർത്ത ബട്ടറാണ്. ഇതും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിലാക്കി എടുക്കാം. ഇതിൽ മിക്സ്ഡ് ഫ്രൂട്ട് ജാം ചേർത്ത ബട്ടറാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിലാക്കി എടുക്കാം. ഇത് നോർമൽ ബട്ടറാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രീമാക്കി എടുക്കാം. ആവശ്യത്തിന് ബൺ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. എല്ലാ ക്രീമും റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റ് കൂടി വയ്ക്കാം. ഓരോ ബന്നും ഇതുപോലെ രണ്ടായി മുറിച്ച് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കട്ട് ചെയ്ത എല്ലാ ബന്നും ഇതുപോലെ നിരത്തി വയ്ക്കാം. കട്ട് ചെയ്ത ബന്നെടുത്ത് ആദ്യം പാഷൻ ഫ്രൂട്ട് ക്രീം തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് കൊടുക്കാം. മറ്റൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. മറുഭാഗവും നല്ലതുപോലെ ക്രീം തേച്ചെടുക്കാം. രണ്ട് ഭാഗവും അടച്ച് പ്രസ് ചെയ്ത് പുറത്തും ഇതുപോലെ ക്രീം തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ക്രീമാക്കി പ്ലേറ്റിലേക്ക് വയ്ക്കാം. മറ്റൊരു ബന്നെടുത്ത് അതിൽ പൈനാപ്പിൾ ക്രീം തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ആക്കി പ്ലേറ്റിലേക്ക് വയ്ക്കാം. മറ്റേ ഭാഗത്തും ഇതുപോലെ ക്രീമാക്കി എടുക്കാം.
രണ്ട് ഭാഗവും അടച്ച് പ്രസ് ചെയ്ത് പുറത്തും ഇതുപോലെ ക്രീമാക്കി എടുക്കാം. എല്ലാ ഭാഗത്തും ക്രീം തേച്ച് പ്ലേറ്റിലേക്ക് വെക്കാം. മറ്റൊരു ബണ്ണെടുത്ത് അതിൽ മിക്സ്ഡ് ഫ്രൂട്ട് ക്രീം തേച്ച് കൊടുക്കാം. ക്രീം തേച്ച് പ്ലേറ്റിലേക്ക് വയ്ക്കാം. മറുഭാഗവും ഇതുപോലെ ക്രീം തേച്ചെടുക്കാം. രണ്ട് വശവും അടച്ച് പ്രസ് ചെയ്ത് പുറത്തും ഇതുപോലെ ക്രീം തേച്ചെടുക്കാം. പ്ലേറ്റിലേക്ക് വയ്ക്കാം. ബണ്ണെടുത്ത് അതിൽ ബട്ടർ ക്രീം തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ആക്കി പ്ലേറ്റിലേക്ക് വയ്ക്കാം. മറുഭാഗവും ഇതുപോലെ ക്രീം തേച്ചെടുക്കാം. രണ്ട് ഭാഗവും അടച്ച് പ്രസ് ചെയ്ത് പുറത്തും ഇതുപോലെ ക്രീം തേച്ചെടുക്കാം. ശേഷം പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇത് ഫാഷൻ ഫ്രൂട്ട് മസ്ക ബൺ. ഇത് പൈനാപ്പിൾ മസ്ക ബൺ. ഇത് സാദാ മസ്ക ബൺ. ഇത് മിക്സ്ഡ് ഫ്രൂട്ട് മസ്ക ബൺ. ഏത് ജാം ഉപയോഗിച്ചും ഇതുപോലെ വെറൈറ്റിയും ടേസ്റ്റിയുമായ മസ്ക ബൺ ഉണ്ടാക്കാം.